ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് അപരാധത്തിനെ കുറിച്ചാണ്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ഈ പടം നടക്കുന്ന 2040 ചെന്നൈയിലാണ്. അവിടെ ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് കൊട വിൽക്കണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചേക്കുന്നത് PR സ്റ്റാറാണ്. അപ്പൊ അറിയാലോ, മിനിമം 2 നായകന്മാര് മസ്റ്റാണ്. നീയും എന്നെ പോലൊരു മിടുക്കനാ. പിന്നെ ഈ പടത്തിന്റെ ഡയറക്ടറിനും PR-നും കാണാൻ ഓരോ പോലെയാ. പടം തുടങ്ങുന്ന SJ സൂര്യ 2040 ഒരു ഫ്രഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കോടീശ്വരനാവും. എന്താണെന്നറിയോ? സോൾമേറ്റിനെ കണ്ടുപിടിക്കുന്ന ഒരു ആപ്പ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇത് എഴുതി ഡയറക്റ്റ് ചെയ്തതിന് നിങ്ങൾ സമ്മതിക്കണം. ശരിക്കും നിങ്ങൾ ഈ പടത്തിന്റെ പേര് LIK എന്ന് മാറ്റിയിട്ട് LKG എന്ന് ഇടണം. അപ്പൊ കറക്റ്റ് ആവും. പിന്നെ ഇവരുടെ ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചില്ല് കീറി മുറിച്ചിട്ട് അതിൽ 2 ബട്ടൺസ് ഒട്ടിച്ച പോലത്തെ ഒരു ഫോണും പിന്നെ 2 റിങ്ങും, അതിൽ കുറച്ച് സെൻസറും കുറച്ച് ഒളി ക്യാമറയും ഉണ്ട്. ഒളി ക്യാമറേനൊക്കെ ഭയങ്കര ടെക്നോളജി ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവര്. ഞാനൊരു വലിയ സംഭവം അല്ലേ? പിന്നെ ഇവരുടെ ആപ്പായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവർ കുളിക്കുന്നതും കിടക്കുന്നതും പെടുക്കുന്നതും എല്ലാം ഇവർക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ? ഇത് ക്യാമറയാടാ. ഇത് അറിഞ്ഞതിന് ശേഷം മനുഷ്യൻ സമാധാനമായിട്ട് മുള്ളിയിട്ടില്ല. അയാളെങ്ങനെ കണ്ടാലോ? പിന്നെ ഈ പടത്തിൽ കുറെ റോബോട്ടുകളും കുറെ ഡ്രോണുകളും കുറെ പറക്കണ വണ്ടികളൊക്കെ കാണിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടികൾ മോഡിഫൈ പോലും ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് കുറെ നേരം കാണിക്കും. പിന്നെ ചെന്നൈയിലെ ഒരു സ്ഥലം ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കും PR എണ്ണനുള്ള സ്ഥലം ഭയങ്കര പ്രകൃതി മരങ്ങളൊക്കെ ഉള്ള സ്ഥലം. എനിക്ക് തോന്നുന്നു IPL ചെന്നൈ കുറെ ഡോട്ട് ബോളുകൾ വാരി കൂട്ടിയില്ലേ, എന്നിട്ട് കുറെ മരം നട്ടില്ലേ, ആ സ്ഥലമാണെന്ന് എനിക്ക് തോന്നണേ. മഹിബായി, എല്ലാം നല്ല നാളേക്ക് വേണ്ടി, ശുദ്ധമായ ഓക്സിജന് വേണ്ടി. ശുദ്ധമായ ഓക്സിജൻ കാരണം ഇവിടെ മനുഷ്യന് ശ്വാസം മുട്ടിട്ട് ഇരിക്കാൻ വയ്യ. പിന്നെ PR ഒരു തന്തിയും ചേച്ചിയൊക്കെ ഉണ്ട്. അവളൊരു ദിവസം ഫോൺ നോക്കി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിച്ച് പടാവും. അതോടുകൂടി ഇവന്റെ തന്ത ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവനോട് പറഞ്ഞിട്ട് അവിടെ ഒരു പഞ്ചായത്ത് ഉണ്ടാക്കും. ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരു പഞ്ചായത്ത്. ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ. പിന്നെ PR ഇവന്റെ തന്ത അറിയാണ്ട് SJ സൂര്യയുടെ കമ്പനിയിലെ അസിസ്റ്റന്റിനുള്ള സൗണ്ട് ഡബ് ചെയ്യാനായിട്ട് പോവും. എന്നിട്ട് ഈ കാര്യം ഇവന്റെ തന്ത അറിഞ്ഞിട്ട് വൻ സീനാവും. പിന്നെ ഡബ് ചെയ്ത പൈസ വാങ്ങാനായിട്ട് SJ സൂര്യയുടെ കമ്പനിയിൽ കൂട്ടുകാരും കൊണ്ടുപോയിട്ട് പൈസ വാങ്ങും. പിന്നെ ആ കമ്പനിയിൽ SJ സൂര്യയുടെ കൂടെ ഒരു ഫ്രീക്ക് ഗ്ലാസ് വെച്ചൊരു ഡൂഡുണ്ട്. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. പിന്നെ അവിടുന്ന് പൈസ വാങ്ങിയിട്ട് മഴയത്ത് നടന്നു വരുന്ന സമയത്ത് ഒരു റീലോളി പെണ്ണിനെ കണ്ട് ക്രഷ് അടിച്ചിട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ അവളെ കണ്ട് ക്രഷ് അടിച്ചിട്ട് നിനക്ക് അറ്റാക്ക് വന്നതാന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കും. 2040 ഫ്യൂച്ചറിസ്റ്റിക് റോബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ ഒളിപ്പിച്ച് നടക്കണ കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ LKG പിള്ളേര് വരെ കളിയാക്കും. പിന്നെ റീലോളി പെണ്ണിനെ കുറിച്ച് പറയണെങ്കിൽ അവളൊരു വെറുപ്പി പെണ്ണാണ്. അവളെപ്പോ കാട്ടിയാലും ഈ സിനിമയുടെ ക്യാമറമാൻ അവളുടെ മുഖം കാട്ടിയില്ലെങ്കിലും ബാക്കിയെല്ലാം കാണിക്കുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇനി വല്ല വയറ് കാണൽ ചടങ്ങിന്റെ വീഡിയോ ആണോ ഞാൻ കാണണേന്ന് വരെ തോന്നി പോണ ലെവലിലാണ് അങ്ങേര് ഇങ്ങനെ കാട്ടി വെച്ചേക്കണേ. പ്രതീക്ഷയുടെ കാര്യം പറഞ്ഞാൽ ക്യൂട്ട്നെസ് ഇങ്ങനെ മെഴുകുക. ലെറ്റ്സ് ഗോ. എവിടെയാ നോക്കുന്നേ? ഓ, ഇതായിരുന്നു. അപ്പൊ നീ ഇത് കണ്ടില്ലല്ലോ. പിന്നെ പ്രൊട്ടക്ട് യുവർ എനർജി. ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇവളുടെ ചെറുപ്പകാലത്തിലെ ഒരു കിഡ്നി ടച്ചിങ് ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട്. ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. റീൽ കണ്ടോണ്ടിരിക്കുന്ന അമ്മ, നൈറ്റ് പാർട്ടി നടക്കുന്ന തന്ത, ആകെ എനിക്ക് കൂടി ഉണ്ടായേക്കുന്നത് അസിസ്റ്റന്റ് മാത്രം. പിന്നെ ഇവളുടെ പിന്നാലെ കോഴിത്തരം കാട്ടി നടക്കുന്ന ഒരു കുണുവാവിയുണ്ട്. ഒരു ചപ്രാച്ചി വിഗും വെച്ചിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണേ. ആരാടാ അതൊക്കെ കണ്ട് ചിരിക്കണേ? എനിക്ക് അസുഖമൊന്നുമില്ല, മുടിയുടെ സ്റ്റൈൽ കളയാനായിട്ട്. പിന്നെ ഒരു ദിവസം ഇവളുടെ അമ്മ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് സൈബർ ക്രൈമിന് കേസ് എടുത്തിട്ട് നമ്മുടെ PR പട്ടിക്കാട്ടിൽ ഇവരെ കൊണ്ടാക്കും നന്നാവാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു പൊട്ടുകുറ്റി പോലത്തെ ഒരു വലിയ മെഷീൻ ഉണ്ട്. ഇവര് വലിയ സംഭവമായിട്ടൊക്കെ ഇത് കാണിക്കണേ. ഇത് എന്നിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെമ്മറി കാർഡ് എടുത്ത് തരും. അല്ല ഇത് നമുക്ക് തന്നെ ചെയ്തുകൂടെ? എന്തിനാണ് ഈ മെഷീൻ ഇവിടെ വെച്ചേക്കണേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പിന്നെ അവിടെ വെച്ചിട്ട് ആ റീലോളി പെണ്ണിനെ PR കണ്ടിട്ട് ഡേറ്റ് ചെയ്യാനായിട്ട് വിളിക്കും. അപ്പൊ അവള് LKG ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ പ്രേമിക്കുള്ളൂ എന്ന് പറയും. എന്നിട്ട് ഇവൻ പുതിയ ഫോണൊക്കെ വാങ്ങിയിട്ട് അവര് ഡേറ്റ് ചെയ്യും. കോഴി 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 കോഴി
പിന്നെ ഇവര് രണ്ടുപേരും കൂടി ഹാലോയിൻ പാർട്ടിക്ക് പോവും. എന്നിട്ട് അവളെ കണ്ട ആരും പേടിക്കണില്ല, മേക്കപ്പ് ഒന്നും കൂടി സെറ്റാക്കണമെന്ന് അവനോട് പറയുമ്പോൾ അവൻ പോയിട്ട് അവന്റെ കൈ കുത്തി പൊളിച്ചിട്ട് അവന്റെ ചോര എടുത്ത് അവൾക്ക് കൊടുക്കും മേക്കപ്പ് ചെയ്യാനായിട്ട്. നിനക്ക് പ്രാന്താളാ പന്നി. സ്നേഹം കൊണ്ടാ. പിന്നെ ഇവള് വൈറലാവാൻ വേണ്ടിയിട്ട് ഒരു റീല് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യും. എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഇവിടെ നടന്നു പോണ പോലത്തെ ഒരു റീല്. എന്നിട്ട് ഇവരത് എടുത്തിട്ട് അത് വൈറലാവും. നാട്ടുകാരൊക്കെ ഇത് ഒറിജിനലാന്ന് വിശ്വസിക്കും. അല്ല, ഈ AI ഉള്ള കാലത്തൊക്കെ ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? അതും പോരാണ്ട് ഈ AI പ്രോമിറ്റ് ചെയ്യേണ്ട കാര്യത്തിന് ഇവൻ അടിയിൽ ടേബിളും പിടിച്ച് ശ്വാസം മുട്ടി ചാവാനായിട്ട് പോവും. ഒരു സെക്കൻഡോട് കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ പങ്കുവൻ തന്നെ ശവമായിട്ട് എന്റെ ഭായി. എന്നാലും ഇതൊക്കെ 2040 നടക്കണ കാര്യമായിട്ട് എഴുതി വെച്ച അണ്ണനെ സമ്മതിച്ചേ പറ്റൂ. പിന്നെ 2040 ഇവളുടെ ഈ റീല് കണ്ട് വിശ്വസിച്ചിട്ട് കുറെ ഫോളോവേഴ്സ് കൂടുതൽക്ക്. പിന്നെ അവര് രണ്ടുപേരും സെറ്റാവും. ചേട്ടാ, ഇനി ചേട്ടന്റെ ഹൃദയം ഞാൻ എടുക്കണ ഒരു റീല് ചെയ്താലോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. പിന്നെ ഒരു രണ്ടുപേരും കൂടി ഡിംഗോളിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് കോണ്ട ഓർഡർ ചെയ്യും. അപ്പൊ അത് ഡ്രോണിലൊക്കെ വരും. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ LKG ആപ്പിൽ ഇവരുടെ ലവ് സ്കോർ നോക്കും. അപ്പൊ 100-ൽ 3% മാച്ച് കാണിക്കുള്ളൂ. എന്നിട്ട് ഇവൻ കലിപ്പാവും. ആ ആപ്പ് കറക്റ്റാ. ഒന്നാമത് ഈ പ്രാന്തി പെണ്ണിന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അതും പോരാണ്ട് ഇവന്റെ കൂടെ ഫോണും ഇല്ല നെറ്റും ഇല്ലാണ്ട് ആ പട്ടിക്കാട്ടില് താമസിക്കാന്ന് പറഞ്ഞാൽ അതും ചില്ലറ പരിപാടിയല്ല. ആ ആപ്പ് കറക്റ്റാ. പിന്നെ ഇവൻ ആപ്പ് കംപ്ലൈന്റ് ആയതാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കൂട്ടുകാരിനെ നോക്കുമ്പോൾ 93 മാച്ച് കാണിക്കും. എന്നിട്ട് അവള് കുറെ നേരം കരയും. എന്നിട്ട് ഡൂഡിലുള്ള പോലെ മൂച്ചവ പേച്ചവ എന്ന് പറഞ്ഞിട്ട് ക്ലോസറ്റിൽ കൈയിടണല്ലേ, ബാക്കിയൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവൻ SJ സൂര്യനെ പോയി കണ്ടിട്ട് നിന്റെ ആപ്പ് ഞാൻ പൂട്ടിക്കൂടാന്ന് പോയിട്ട് പറയും. എന്നിട്ട് ഹാർട്ട് കൊണ്ടാണ് പ്രേമിക്കണേ, ആപ്പ് കൊണ്ടല്ല എന്ന് പോയിട്ട് പറയും. നിങ്ങപ്പോ ചോദ്യം ഹാർട്ട് കൊണ്ട് എങ്ങനെ പ്രേമിക്കാന്ന്? കാരണം ഇതൊരു പേട്ടപ്പെടണം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇവനെ ആപ്പ് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോയിൽ ഇരുന്ന് ഇങ്ങനെ കഥാപ്രസംഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വീഡിയോ വൈറലാവാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിന്റെ വയറും കാട്ടിയിട്ട് ഇരുന്ന് ഇങ്ങനെ കഥാപ്രസംഗം ഒരു 5 മിനിറ്റ് കിടന്ന് പറയും. സൂര്യൻ ബ്രോ, ഹൗ ബ്രോ? എന്താണ് ബ്രോ? വൈ ബ്രോ? പിന്നെ ഇവന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആപ്പിന്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കുറഞ്ഞിട്ട് ആ ലവ് സ്കോർ ഒക്കെ ഉള്ളതാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനും മറ്റേ പെണ്ണും കൂടിയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് അത് കിസ് ചെയ്യണ പോലെ ആക്കിയിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യും. 2040 ആൾക്കാർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇത് വീഡിയോ ആണോ ഒന്ന് കൺഫേം പോലും ചെയ്യാണ്ട് അങ്ങനെ തന്നെ വിശ്വസിക്കും. സൂര്യൻ ബ്രോ, ഡയറക്ടർ സാർ, എന്നെ സാർ, ഇന്ന കാലത്ത് തന്നെ വീഡിയോ ആണോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. എന്നിട്ട് 2040 ഇല്ല എന്ന് പറയുന്നത് എന്താ സാർ? ഫോട്ടോസും വീഡിയോസും കണ്ട് വിശ്വസിച്ച് പറ്റിക്കപ്പെടാൻ ഇത് 2025 അല്ല. വാട്ട് ബ്രോ, സൂര്യൻ ബ്രോ, ബൈ ബ്രോ. ഇത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ല. നീ വന്ന് കഥാപ്രസംഗം പറഞ്ഞിട്ടാണോ 2040 ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവാൻ? പിന്നെ ഇതിന്റെ ഇടയിൽ മറ്റേ പെണ്ണിനെ ഇവൻ പോയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഇവരുടെ കമ്പനി ഇവൻ കാരണം പൊളിഞ്ഞ കാരണം SJ സൂര്യ പോയിട്ട് ഇവനങ്ങ് ഇടിച്ചു കൂട്ടി സൈഡാക്കും. എന്നിട്ട് ആ റീലോളി പെണ്ണിന്റെ അടുത്ത് പോയിട്ട് അവനായിട്ട് ബ്രേക്കപ്പ് ആയില്ലെങ്കിൽ അവനെ ഞാൻ തല്ലി കൊല്ലുമെന്ന് പറയും. എന്നിട്ട് ഇവള് കേട്ടിട്ട് അവള് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് അവനോട് പോയി പറയും. എന്നിട്ട് കുറെ നേരം അവൻ കരയും, അവള് കരയും. ഇവർ രണ്ടുപേരും കാണിക്കുന്ന അപരാധം കണ്ടിട്ട് നമ്മളും കരയും. പിന്നെ അവസാനം അവള് മറ്റവൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞെന്ന് അവനോട് പറയും. എന്നിട്ട് അവൻ പോയിട്ട് SJ സൂര്യനെ അവിടുത്തെ റോബോട്ടുകളെയൊക്കെ ഇടിച്ചു കൂട്ടി സൈഡാക്കും. അങ്ങനെ അവസാനം ഈ 2 അപരാധങ്ങളും കൂടി ഒന്നിക്കും. പിന്നെ LKG ആപ്പ് അങ്ങ് നിരോധിക്കും. എത്രത്തോളം പുരോഗമിച്ചാലും ഒരു ഹൃദയം ചെയ്യേണ്ട ജോലികൾ യന്ത്രത്തിന് എടുത്തു കൊടുക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു നല്ല കാര്യം പ്രേമം, അതുപോലും ഒരു യന്ത്രത്തിന് എടുത്തു കൊടുക്കണോ? എടേ, ഹാർട്ടിന് എങ്ങനെയാടേ ഇത് പ്രേമാണെന്ന് നോക്കും മനസ്സിലാവാ? അത് ബ്രെയിനല്ലേ മനസ്സിലാവാ? അങ്ങനെ പടം കഴിഞ്ഞു. പിന്നെ ഈ പടത്തിൽ ഒരു ലോഡ് റെഫറൻസ് വെച്ചിട്ടുണ്ട്. നാളെ റെഫറൻസ് ഒക്കെ 2040 വെച്ചിട്ടുണ്ട്. സൂര്യൻ ബ്രോ, ഹൗ ബ്രോ? പിന്നെ IPL സൂര്യവംശി കളിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വയസ്സായ പോലെ ഫോട്ടോ വെച്ചേക്കണ്. 2040 ആയിട്ടുണ്ടെങ്കിൽ അവന് 29 വയസ്സാവുള്ളൂ. എന്നിട്ട് എന്തിനാണ് അവന് വയസ്സായ പോലെ കാട്ടിയേക്കണേ? നിനക്ക് എന്തോ വയ്യ? ഒരു റെഫറൻസ് വെക്കാൻ വയ്യല്ലേ നിനക്ക്?